ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജിൻ്റെ പാർട്ട് 2 ആണ്. അതായത് നിയോലിത്തിക് ഏജ് തൊട്ടുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പേ ലാസ്റ്റ് ക്ലാസ്സിൽ ആർക്കെങ്കിലും പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു പോർഷനും കൂടെ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നിയോലിത്തിക് ഏജ് നോക്കിയോ. ദിസ് ഈസ് ദ പീരീഡ് ഓഫ് റാഡിക്കൽ ചേഞ്ച് ഇൻ ഹ്യൂമൻ ലൈഫ്. ദ വേർഡ് നിയോലിത്തിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ്സ് നിയോസ് ആൻഡ് ലിത്തോസ്, അല്ലേ? അപ്പോൾ ഈ ഒരു നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ലൈഫിലൊരു റാഡിക്കൽ ചേഞ്ചാണ്. റാഡിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ വരുന്ന ഒരു മാറ്റത്തിനെയാണ് റാഡിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളെന്ന് പറയുന്നത്, അതായത് സമ്പൂർണ്ണമായിട്ടുള്ള ചേഞ്ച്. ഇവിടെ ഗ്രീക്ക് വേർഡുകളായിട്ടുള്ള നിയോസും അതുപോലെ ലിത്തോസും, അതായത് ന്യൂവും സ്റ്റോണും, അങ്ങനെയാണ് ആ രണ്ട് വാക്കുകൾ ആണ് നിയോലിത്തിക് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം. The book Man Makes Himself by Gordon Childe refers to two important changes in the Neolithic age that transformed human life. ഇപ്പോൾ ഗോർഡൻ ചൈൽഡിൻ്റെ മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറയുന്ന ബുക്കിൽ പ്രധാനമായ രണ്ട് മാറ്റങ്ങൾ, നിയോലിത്തിക് ഏജ് സമയത്ത് മനുഷ്യനിൽ വന്ന രണ്ട് മാറ്റങ്ങൾ, മനുഷ്യനെ മൊത്തത്തിൽ മാറ്റിയ റാഡിക്കലായിട്ട് വന്ന ഒരു മാറ്റത്തെ പറ്റി പറയുന്നുണ്ട്. അത് ജസ്റ്റ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് റെവല്യൂഷൻ ദാറ്റ് ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ എക്കോണമി ഗേവ് മാൻ കൺട്രോൾ ഓവർ ഹിസ് ഓൺ ഫുഡ് സപ്ലൈ. മാൻ ബിഗാൻ ടു പ്ലാന്റ്, കൾട്ടിവേറ്റ് ആൻഡ് ഇംപ്രൂവ് ബൈ സെലക്ഷൻ എഡിബിൾ ഗ്രാസസ്, റൂട്ട്സ് ആൻഡ് ട്രീസ്. അപ്പോൾ ആദ്യമായിട്ട് മനുഷ്യനിൽ വന്നൊരു മാറ്റം, മനുഷ്യൻ്റെ എക്കോണമി, സാമ്പത്തികമായിട്ട് വന്നിട്ടുള്ള മാറ്റം തന്നെ മനുഷ്യൻ അവൻ്റെ ഫുഡ് സപ്ലൈയിൽ ഒരുപാട് കൺട്രോൾ കൊണ്ടുവരുത്താൻ പറ്റി. അതായത് നമുക്ക് നമ്മുടെ രീതികളിൽ സാധനങ്ങൾ ഉണ്ടാക്കാനും കൾട്ടിവേറ്റ് ചെയ്യാനും പറ്റി എന്നുള്ളതാണ് ആദ്യത്തെ മനുഷ്യനിൽ വന്ന സക്സസ്. അതിന് എക്സാമ്പിളാണ് എഡിബിൾ ഗ്രാസസ്. എഡിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്രാസുകൾ, അത് പുൽവർഗ്ഗം തന്നെയാണ്, അതിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, ആ കാലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ റൂട്ട്സ്, ട്രീസ് തുടങ്ങിയൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഹീ സക്സീഡഡ് ഇൻ ടേമിങ് ആൻഡ് ഫേർമലി അറ്റാച്ചിങ് ടു ഹിസ് person certain species of animal in return for the fodder he was able to offer, the protection he could afford and the forethought he could exercise. അതായത് ആദ്യത്തത് കൾട്ടിവേഷൻ ആണെങ്കിൽ രണ്ടാമത്തത് അനിമൽസിൻ്റെ ഡൊമസ്റ്റിക്കേഷനാണ്. അതായത് ഈ ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു മൃഗത്തിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുത്തുക. അങ്ങനെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പല അനിമൽസിനെയും നമുക്ക് വളർത്താൻ പറ്റി. ഇപ്പോൾ ഹണ്ടിങ്ങിന് പോയാലും അനിമൽസിനെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതികളിലുള്ള ഒരു മാറ്റമാണ് ഈ ഒരു കാലഘട്ടത്ത് വന്നത്. ഇത് ഗോർഡൻ ചൈൽഡ് മാൻ മേക്സ് ഹിംസെൽഫിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ ദ നിയോലിത്തിക് ഏജ് മെൻഷൻഡ് ഇൻ ദിസ് ഡിസ്ക്രിപ്ഷൻ, അല്ലേ? അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എന്തൊക്കെയാണ് ചേഞ്ചസ്? ഒന്ന് കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഒന്ന് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്. The change in human interaction with his surroundings is the reason for these changes. Humans started new ways of living during the Neolithic period. അപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് മനുഷ്യർ എന്ത് ചെയ്യാൻ, ഇടപഴകാൻ തുടങ്ങി. അതിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കാനും അവിടെ നിന്നൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനും ഒക്കെ മനുഷ്യന് പറ്റി. അങ്ങനെ മനുഷ്യൻ പല പുതിയ വേയ്സ് ഓഫ് ലിവിങ്, പുതിയ രീതികളിലൊക്കെ ജീവിക്കാൻ തുടങ്ങി. അതിൽ രണ്ട് എക്സാമ്പിളാണ് തൊട്ട് മുമ്പേ പറഞ്ഞ കാര്യവും, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസും ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചറും. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ മാപ്പാണ്. അപ്പോൾ ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ, observe the map. You can see the area marked in the shape of a crescent. Based on available evidence, archaeologists say that agriculture began in this area. അപ്പോൾ ഈ ഒരു മാപ്പ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു ക്രസൻറ്റ് ഷേപ്പ്, ക്രസൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സി പോലത്തെ ഷേപ്പാണ്. ആ ഷേപ്പിൽ ഒരു വര കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മാപ്പിൽ മനസ്സിലായില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത മാപ്പ് ഇടുന്നുണ്ട്. ആ ഒരു വയലറ്റ് കളറിലെ മാർക്കിംഗ് ഉണ്ടല്ലോ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ആർക്കിയോളജിസ്റ്റ് പറയുന്നത് ഈ ഒരു ഭാഗങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചറിൽ ആദ്യമായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ദ ഫെർട്ടൈൽ ക്രസൻറ്റ്. അപ്പോൾ ഈ ഒരു റീജിയൻ അറിയപ്പെടുന്നത് തന്നെ ഫെർട്ടൈൽ ക്രസൻറ്റ് എന്നുള്ള പേരിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യം വരുന്നുണ്ട്, ക്യാൻ യു ഐഡൻറ്റിഫൈ ദ കൺട്രീസ് ഇൻ ദിസ് റീജിയൻ? ഏതൊക്കെ കൺട്രീസാണ്? അവിടെ ഇറാഖ് വരുന്നുണ്ട്, സിറിയ വരുന്നുണ്ട്, ഇസ്രായേൽ വരുന്നുണ്ട്, പാലസ്തീൻ വരുന്നുണ്ട്, ഈജിപ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ആൻസേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് ബാക്കി റെഫർ ചെയ്യാം.
ലെറ്റ് us see the factors that led humans to begin agriculture and domestication of animals. എന്തുകൊണ്ടാണ് അഗ്രികൾച്ചർ തുടങ്ങിയത്? എന്തിനു വേണ്ടിയിട്ടാണ് അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത്, വളർത്താൻ തുടങ്ങിയത്? ഒന്ന്, പോപ്പുലേഷൻ ഗ്രോത്ത്. ഒരുപാട് നമ്പർ ഓഫ് ആൾക്കാർ ഭൂമിയിൽ ഉണ്ടായി തുടങ്ങി. ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്. ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? സെറ്റിൽ ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. മുമ്പൊക്കെ എന്തായിരുന്നു? നൊമാഡ്സ് ആയിരുന്നെങ്കിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നെങ്കിൽ ഇപ്പോൾ ആൾക്കാർ കൂടുതലും സെറ്റിൽ ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ. എന്താണ് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ ഓർഗനൈസേഷൻ? അതായത് നമ്മൾ ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, പല ഏരിയാസ് ഉണ്ടല്ലേ. അതായത് ഇതിനകത്ത് ഏഷ്യ കാണും, അതുപോലെ തന്നെ നമുക്ക് ഗൾഫ് കൺട്രീസ് വരും, അതുപോലെ യൂറോപ്പ് വരും, അതുപോലെ തന്നെ നമ്മുടെ ആഫ്രിക്ക ഭാഗം വരും. ഇങ്ങനത്തെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പല ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ആൾക്കാർ നമ്മുടെ ഈ സ്ഥലങ്ങളിൽ വന്നു തുടങ്ങി. അതുകൊണ്ടാണ് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സമൂഹം ഡെവലപ്പായി തുടങ്ങി. അതാണ് കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ. അതുപോലെ ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ കിട്ടാതെയായി. കാര്യം പോപ്പുലേഷൻ ഒരുപാടായി. ചേഞ്ച് ഇൻ ടെക്നോളജി. അതുപോലെ തന്നെ ആൾക്കാരുടെ ടെക്നോളജി. നമ്മൾ ആദ്യം സ്റ്റോൺ ടൂൾസിൽ നിന്ന് ഉപയോഗിച്ച് ഇപ്പോൾ എവിടെ എത്തിയെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ടെക്നോളജി മാറി 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 വന്നപ്പോഴേക്കും അതിൽ വന്നിരുന്ന കുറച്ച് മാറ്റങ്ങളാണ് ഇതിൻ്റെയൊക്കെ കാര്യം. ഓക്കെ, അപ്പം സ്റ്റോൺ ടൂൾസ്, വുഡൻ ടൂൾസ്, പല ടൈപ്പ് ഓഫ് ടൂൾസ് നമ്മൾ നോക്കി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പിക്ചേഴ്സ് ഓഫ് നിയോലിത്തിക് ടൂൾസ് ആർ ഗിവൻ ഹിയർ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ഒന്ന്, പോളിഷ്ഡ് ടൂൾസാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ പിക്ചറിൽ നിന്നും അവരുടെ ആക്സൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഹാമേഴ്സ് ഇതിനകത്ത് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ള പിക്ചറിലുള്ള മാറ്റങ്ങൾ. These tools helped humans to cultivate the land. They helped them in tilling the soil and cutting down trees. അല്ലേ? അപ്പോൾ ഈ ടൂൾസ് വന്നതോടെ ആൾക്കാർക്ക് പെട്ടെന്ന് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് മനുഷ്യനെ എളുപ്പമായി, കൾട്ടിവേഷനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായി. അതുപോലെ സോയിൽ ടില്ലിങ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഉഴുതുമറിക്കുക എന്ന് പറയത്തില്ലേ, കിളക്കുക എന്നും പറയും. അപ്പോൾ അതിനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായി. പിന്നെ കട്ടിങ് ഡൗൺ ട്രീസ്, മരം വെട്ടാൻ വളരെ എളുപ്പമായി. സോ ദിസ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ഗ്രേറ്റ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ഈ ഒരു ടൂൾസ് വന്നതോടെയാണ് ഏറ്റവും വലിയൊരു മാറ്റം ഹ്യൂമൻ ലൈഫിൽ ഉണ്ടാകുന്നത്. അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് എൻഷുർഡ് ദ സ്റ്റഡി അവൈലബിലിറ്റി ഓഫ് ഫുഡ് പ്രോഡക്ട്സ്. അപ്പോൾ അഗ്രികൾച്ചറും വന്നു, അനിമൽസിനെ വളർത്താൻ തുടങ്ങിയപ്പോഴേക്കും. ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വളർത്ത് മൃഗങ്ങളായ പശുക്കളും അതുപോലെ ബാക്കിയുള്ള ഷീപ്പ് തുടങ്ങി അതൊക്കെ നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഫുഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വന്നതോടെ സ്റ്റഡി ആയിട്ട് ഫുഡ് കിട്ടാൻ തുടങ്ങി. ആസ് എ റിസൾട്ട് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് ആൻഡ് അഗ്രേറിയൻ വില്ലേജസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? അഗ്രേറിയൻ വില്ലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഓഫ് ഫാമിംഗ് എന്ന് പറയാം. അതായത് ആൾക്കാർ താമസിക്കും അവിടെ, അവർ ഫാമിങ്ങും കൂടെ ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ അഗ്രേറിയൻ സൊസൈറ്റി ജീവിക്കുന്നത്. അതുപോലെ ആൾക്കാർ പെർമനൻ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യാനും തുടങ്ങി. The storage of grains become possible with the introduction of pottery and use of bricks made of clay. അതുപോലെ തന്നെ ഗ്രെയിൻസൊക്കെ ഇവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റി. എങ്ങനെ? പോട്ട്സൊക്കെ ഉണ്ടാക്കി തുടങ്ങി. പോട്ടറി എന്ന് വെച്ചാൽ പോട്ട് ഉണ്ടാക്കുന്നതിനെയാണ്. അപ്പോൾ പോട്ട്സ് വന്നതോടെ ഇവർക്ക് ക്ലേ ഉപയോഗിച്ച് ആണ് ഇവരെന്ത് ചെയ്യുന്നത്? പോട്ട്സ് ഉണ്ടാക്കുന്നത് അല്ലേ. അതുപോലെ ബ്രിക്സും ഉണ്ടാക്കും ഇവർ ക്ലേ ഉപയോഗിച്ച്. അപ്പോൾ ഇതൊക്കെ വന്നതോടെ സാധനങ്ങൾ ഇവർക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലങ്ങളും കിട്ടിത്തുടങ്ങി. When the surplus production in agriculture became possible, a section of society became free from agrarian activities. അപ്പോൾ ഒരുപാട് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടായി വന്നപ്പോൾ, സർപ്ലസ് എന്ന് വെച്ചാൽ അധികം പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് കിട്ടി തുടങ്ങിയപ്പോൾ ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? അഗ്രേറിയൻ ആക്ടിവിറ്റി, അതായത് ഫാമിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് മാറി അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ദേ ബിഗാൻ ടു എൻഗേജ് ഇൻ ദെയർ ഒക്കുപ്പേഷൻ സച്ച് ആസ് പോട്ടറി മേക്കിംഗ്, വീവിങ് അല്ലേ. അപ്പോൾ അഗ്രികൾച്ചറിൽ നിന്ന് മാറിയിട്ട് പോട്ടറി മേക്കിംഗ്, പോട്ട്സ് ഉണ്ടാക്കാനും വീവിങ്, തയ്ക്കാനും അങ്ങനത്തെ പല പല ഒക്കുപ്പേഷൻസ് തിരഞ്ഞെടുത്തു. ദസ് ദ സൊസൈറ്റി കെയിം ടു ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ഒക്കുപ്പേഷണൽ ഗ്രൂപ്പ്സ്. ദിസ് റിസൾട്ടഡ് ഇൻ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ദ സോഷ്യൽ ഫോർമേഷൻ. അങ്ങനെ നമ്മുടെ സമൂഹത്തിനകത്ത് ഒരുപാട് ജോലി വന്നപ്പോഴേക്കും നമ്മുടെ സൊസൈറ്റി തന്നെ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ സമൂഹം രൂപപ്പെട്ട രീതിക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. The basis of the progress humans have achieved today can be seen in the changes during the Neolithic age. ഇപ്പം ഇപ്പോഴുള്ള മനുഷ്യരിൽ വന്ന ചേഞ്ചസ് പോലും അന്ന് നിയോലിത്തിക്കൽ ഏജിൽ കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം നമ്മളിവിടെ കാണുന്ന പല പ്രൊഫഷൻസും. With reference to these changes, Gordon Childe, a renowned archaeologist, named this period Neolithic Revolution. അപ്പം ഈ ചേഞ്ചസ് ഒക്കെ കണ്ടതുകൊണ്ടാണ് ഗോർഡൻ ചൈൽഡ്, ഒരു റിനൗണ്ട്, അതായത് ഫേമസ് ആയിട്ടുള്ള ആർക്കിയോളജിസ്റ്റ്, പറയുന്നത് ഇതിനെ നമുക്ക് നിയോലിത്തിക് റെവല്യൂഷൻ എന്നുള്ള രീതിയിൽ വിളിക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഈ ഇൻഫർമേഷൻ നിയോലിത്തിക് ഏജിൽ കണ്ട ചേഞ്ചസിനെയൊക്കെ പറ്റിയിട്ട് നമ്മളൊരു ഫ്ലോ ചാർട്ടിൽ ആൻസേഴ്സ് നിങ്ങൾ എഴുതുക. അപ്പം ഞാനത് പറഞ്ഞുതരാം. ഇപ്പോൾ പറഞ്ഞ ജസ്റ്റ് കാര്യങ്ങൾ തന്നെയാണ്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ് പറയാം, യൂസേജ് ഓഫ് ബ്രിക്സ് മെയ്ഡ് ഓഫ് ക്ലേ പറയാം, പിന്നെ പെർമനൻ്റ് ആയിട്ട് സെറ്റിൽമെൻറ്റ്സ് വന്നു, അതുപോലെ തന്നെ പോട്ടറി മേക്കിങ്, വീവിങ്, പിന്നെയും നിങ്ങൾക്ക് പറയാം പല ഒക്കുപ്പേഷണൽ ഗ്രൂപ്പ്സ് വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ വന്ന മെയിനായിട്ടുള്ള മാറ്റങ്ങൾ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു വേൾഡ് മാപ്പാണ്. വേൾഡ് മാപ്പിനകത്തുള്ള മെയിനായിട്ടുള്ള നിയോലിത്തിക് സൈറ്റ്സുകളാണ്. അതിൽ ആദ്യം ജെറീക്കോ ഏത് രാജ്യത്തിലാണ്? പാലസ്തീനിലാണ്. ജാർമോ ഇറാഖ്, അതുപോലെ അലിഘോഷ് അതെവിടെയാണ്? ഇറാഖ് തന്നെയാണ്. മെർഗാർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ സ്ഥലവുമാണ്. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ജാർമോയെ പറ്റി ഒന്ന് നോക്കാം. ജാർമോ എവിടെയാണ്? കുർദിഷ് മലകളിലാണ് ജാർമോ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. റോബർട്ട് ജി ബ്രൈഡ്വുഡ് ലെഡ് ദ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ഇൻ ജാമോ ഇൻ ദ കുർദിഷ് ഹിൽസ്, മോഡേൺ ഇറാഖ്, അതായത് ഇപ്പം നമ്മൾ അറിയപ്പെടുന്ന ഇറാഖ്. അവിടെയാണ് ഈ പുള്ളിക്കാരൻ ചെന്നിട്ട് എക്സ്കവേഷൻ നടത്തിയത്. തിരച്ചിൽ റിസർച്ച് ചെയ്യുന്ന മീൻസ് അവിടുത്തെ എന്താണ് എക്സ്കവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പോയി കണ്ടുപിടിക്കുക, എന്താ കുഴിച്ചൊക്കെ എടുത്ത് അതൊക്കെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ദ പീപ്പിൾ ഓഫ് ജാർമോ കൾട്ടിവേറ്റഡ് ബാർലി ആൻഡ് 2 വെറൈറ്റീസ് ഓഫ് വീറ്റ്. അപ്പോൾ അവിടെ മെയിനായിട്ട് ആൾക്കാർ ബാർലിയാണ് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് വീറ്റ് ഇനങ്ങളിലുള്ള വെറൈറ്റി ഓഫ് വീറ്റും അവിടെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദർ വെർ ക്ലിയർ ഇൻഡിക്കേഷൻസ് ദാറ്റ് ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ഗോട്ട് ആൻഡ് സം അതർ അനിമൽസ്. അതുപോലെ ഗോട്ടിനെ വളർത്തിയിട്ടുണ്ട്, ബാക്കിയുള്ള അനിമൽസിനെയൊക്കെ ഇവർ വളർത്തിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ള നമുക്ക് ഇൻഡിക്കേഷൻസ്, ഒരു തെളിവൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദർ ഡെല്ലിങ്സ് വെയർ സ്മോൾ ഹട്ട്സ്. ഡെല്ലിങ് എന്ന് വെച്ചാൽ വീടാണ്, കുഞ്ഞു ഹട്ടിലാണ് ജീവിക്കുന്നത്. അതുപോലെ ഫിഗേഴ്സ് ഓഫ് അനിമൽസ്, ഹ്യൂമൻസ് വിത്ത് ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അനിമൽ ഫിഗേഴ്സ് ഹ്യൂമൻസിനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇവർ. Among the human figures they made the most prominent was that of a pregnant woman. അപ്പോൾ ഇവരുണ്ടാക്കിയ ക്ലേ ഫിഗറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ എന്ന് പറയുന്നത് ഒരു പ്രഗ്നൻറ്റ് വുമനിൻ്റെ ഒരു ഫിഗർ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അന്ന് ഇത്തിരി ഫേമസ് ആയിരുന്ന, അന്നും ഇന്നും ആർക്കിയോളജിസ്റ്റിൻ്റെ ഇടയിലും ഹിസ്റ്ററി ലേണേഴ്സിൻ്റെ ഇടയിലൊക്കെ എന്താണ് അതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഫിഗർ തന്നെയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇപ്പോൾ റൈറ്റ് സൈഡിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ ഉണ്ട് അന്ന് ഉപയോഗിച്ച ടൂൾസ്. ഓക്കെ, നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ, ഇനി മെർഗാർ എന്താണെന്ന് നമുക്ക് നോക്കാം. മെർഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നിയോലിത്തിക് സൈറ്റ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. നമ്മൾ പഠിച്ച ഈ നിയോലിത്തിക്കിൽ മെർഗാർ എന്ന് പറയുന്ന പാകിസ്ഥാനിൽ അത് ഒരു പ്രധാനപ്പെട്ട ഒരു സൈറ്റാണ്, അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. Archaeologists consider the Mehrgarh was a site in ancient India where the important features of Neolithic age like domestication of animals and plants began first. The region is called the bread basket of Baluchistan. അപ്പോൾ ഇതൊരു പ്രധാന സൈറ്റ് ആവാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടെ ആൾക്കാർ ഈ അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റുമായിരുന്നു, അതുപോലെ പ്ലാന്റ്സിനെ വളർത്തുമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതോടെ ഇവർക്ക് എന്ത് പറ്റി? ഈ ഒരു സ്ഥലത്തിന് ബ്രെഡ് ബാസ്ക്കറ്റ് എന്നുള്ളൊരു പേര് വന്നു. അതായത് ഇവിടെയാണ് ഏറ്റവും കൂടുതലും ധാന്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തിലേക്കും ധാന്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഈ മെർഗാർ എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിന് പറ്റി. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേര് ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്നുള്ള രീതിയിലുമാണ്. Analyze the different stone age periods on the basis of the hints given below. Prepare a digital magazine and present. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ച രീതികളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്കത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടാൽ ഞാനത് ഹെൽപ്പ് ചെയ്ത് തരാം. ഓക്കെ, സോ മെറ്റൽ ഏജ്. ഇനി നമുക്ക് മെറ്റൽ ഏജ് നോക്കാം. The metal age began when humans started using metals instead of stone. This age clearly reflects the human progress in technology. Copper was the first metal used by humans. അപ്പം മെറ്റൽ ഏജ് എപ്പോഴാണ് തുടങ്ങുന്നത്? ആ മെറ്റൽ ഏജ് എന്ന് പറയുന്നത് സ്റ്റോണിന് പകരം ആൾക്കാർ മെറ്റൽസ് ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് മെറ്റൽ ഏജ്. ഈ ഏജിൽ നമുക്ക് കറക്റ്റായിട്ട് ഹ്യൂമൻ്റെ ഒരു വളർച്ച നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ കോപ്പർ ആയിരുന്നു ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫസ്റ്റ് മെറ്റൽ. കഴിഞ്ഞ വർഷം നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡ്യൂറിങ് ദിസ് പീരീഡ് ഹ്യൂമൻസ് ലേൺ ദ ടെക്നിക്ക് ഓഫ് ടേണിങ് റോ കോപ്പർ ഇൻ ടു വെപ്പൺസ് ആൻഡ് ടൂൾസ്. അപ്പം നമ്മുടെ ആയിട്ട് കിട്ടുന്നത്, റോ എന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന കോപ്പറിനെ ഇവരെന്താക്കി മാറ്റും? വെപ്പണും ടൂൾസും ആക്കി മാറ്റും. ഈ പ്രസൻസ് ഓഫ് കോപ്പർ വാസ് ഫൗണ്ട് ഇൻ ദ ഏർലി അഗ്രേറിയൻ വില്ലേജസ് ഓഫ് കെറ്റൽഹയുക്ക്, ടർക്കി, ഖയനു, നോർത്ത് സിറിയ ആൻഡ് അലിഘോഷ്, ഇറാൻ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് കോപ്പറിൻ്റെ പ്രസൻസ് തെളിവായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. And it is believed to have existed
അറൗണ്ട് 7000 BCE അല്ലേ, ബിഫോർ കോമൺ ഇറയാണ് BCE എന്ന് പറയുമ്പോൾ. അപ്പോൾ 7000 BCE കാലഘട്ടത്താണ് നമ്മൾ വിശ്വസിച്ചിരുന്നത് ഇതെല്ലാം അവിടുന്ന് കണ്ടെത്തിയിട്ട് ഉണ്ടെന്ന്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പർ ടൂൾസ് ഓവർ സ്റ്റോൺ ടൂൾസ്? അപ്പോൾ എന്തിനാണ് ഈ കോപ്പർ ടൂൾസ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉപയോഗം, സ്റ്റോൺ ടൂൾസിന് പുറകമേ ഉള്ള ഒരു ഉപയോഗം? ഇതിനെ നമുക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇത് ഡ്യൂറബിലിറ്റി, കുറച്ചുകൂടെ നാൾ ഇത് നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് ജോലി ചെയ്യുന്ന സമയത്തായാലും നമ്മളെ എനർജി നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റോണിനേക്കാളും കുറേ കൂടെ ഹാർഡറുമാണ് നമ്മുടെ കോപ്പർ ടൂൾസ്. ഇനി Chalcolithic age നോക്കാം. We have already discussed the Stone Age. Even in the age of copper tools, humans did not give up stone. This period when copper tools were used along with the stone tools is called Chalcolithic age. Chalcolithic age എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് വന്ന വഴി മറക്കാൻ പറ്റൂല. അതാണ് ഇവിടുത്തെ മെയിനായിട്ട് കാര്യം. സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇതിനെ വിട്ടിട്ടില്ല. ഇവർ കോപ്പറും ഉപയോഗിക്കും, സ്റ്റോണും ഉപയോഗിക്കും. അങ്ങനെ ഇത് രണ്ടും കൂടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തിനെയാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത്, ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞതായിരുന്നു, നമ്മുടെ ഇവിടെ പഠിക്കുന്ന എല്ലാ ഏജുകളും മെറ്റൽസും അന്ന് ഉപയോഗിച്ച ടൂൾസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കുന്നത്. In India, many remains of Chalcolithic age are found in Rajasthan, Madhya and Maharashtra. അപ്പോൾ ഒരുപാട് തെളിവുകളും ഒരുപാട് അവശിഷ്ടങ്ങളും നമുക്ക് ഈ സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് ഏൺ ബറിയൽസ്. ഏൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ എന്താണ് ഏൺ എന്ന് വെച്ചാൽ, നമ്മുടെ ചിതാഭസ്മ കലശം. അതായത് മരിച്ചതിന് ശേഷം നമ്മൾ ആഷ് തട്ടി വയ്ക്കുന്ന കുടമുണ്ടല്ലോ, അതിനെയാണ് ഏൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏൺ ബറിയൽ സ്ഥലമാണ് അവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ആ ഏണിനെയൊക്കെ ഇവർ റിക്കവർ ചെയ്തെടുത്തു. അതായത് പണ്ടത്തെ ആർക്കിയോളജിസ്റ്റുകളൊക്കെ പോയിട്ട് അവിടെ എക്സ്കവേറ്റ് ചെയ്ത് അവിടെ നിന്ന് കുഴിച്ച് അതിനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ള തെളിവുകളാണ്. അതുപോലെ തന്നെ ക്ലേയിലും സ്റ്റോണിലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് ഫിഗേഴ്സ്, അതെവിടെ, നെവാസ, മഹാരാഷ്ട്രയിലെ. ഇനി അടുത്ത് ബ്രോൺസ് ഏജ്. Between 6000 and 3000 BCE, humans learned to harness the force of oxen and of winds. Plow, wheel cart and boat began to be used. അതായത് 6000-3000 കാലഘട്ടങ്ങളിൽ, BCE കാലഘട്ടങ്ങളിൽ മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റി, ഹാർനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റി. എന്തിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റി? ഓക്സൺ അറിയാമല്ലോ, കാളയും അതുപോലെ വിൻഡിനെയും. വിൻഡിനെ കൺട്രോൾ ചെയ്യാമെന്ന് വെച്ചാൽ എന്താണ്, വിൻഡ് ഉപയോഗിച്ച് നമുക്ക് ബോട്ടൊക്കെ ഓട്ടിക്കാനും, അതുപോലെ കാളയെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉഴുതുമറിക്കാനും, വീൽ കാട്ടിൽ ഉപയോഗിക്കാനും, ഇങ്ങനെ പല രീതിയിലും മനുഷ്യൻ എല്ലാ ചുറ്റുപാടുമുള്ള സറൗണ്ടിങ്സിനെയും ഉപയോഗിക്കാൻ തുടങ്ങി നല്ല രീതിയിൽ. Metallurgy also developed further. As a result, agriculture became widespread and surplus production became possible. Non-agricultural production became stronger and thereby humans occupied themselves for urban life. അങ്ങനെ അഗ്രികൾച്ചർ എല്ലായിടത്തും എത്തി തുടങ്ങി. കാര്യം ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ വസ്തുക്കളുണ്ട്, സാധനങ്ങളുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമായി. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും നോൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനും കൂടെ വളരാൻ തുടങ്ങി. അതായത് നമ്മുടെ നോൺ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് സ്റ്റോൺസ്, കോപ്പർ, അഗ്രികൾച്ചർ റിലേറ്റഡ് അല്ലാത്ത, ഫാമിംഗ് അഗ്രികൾച്ചർ റിലേറ്റഡ് അല്ലാത്ത പല ഒക്കുപ്പേഷൻ രീതികളിലും ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, അതിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോട്ടറി മേക്കിംഗ്, വീവിങ് തുടങ്ങിയതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആൾക്കാരെല്ലാം ആ ഒരു ജോലിയിലോട്ട് എത്തിയതോടെ പിന്നെ എന്താണ് സംഭവിച്ചത്, ഹ്യൂമൻസ് എക്യുപ്പൈഡ് ദംസെൽസ് ഫോർ അർബൻ ലൈഫ്. ഒരു അർബൻ ലൈഫിലോട്ടാണ്. അർബൻ എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ നഗരത്തിൽ ജീവിക്കുക, റൂറൽ എന്ന് പറയുമ്പോൾ ഗ്രാമത്തിൽ ജീവിക്കുക. അപ്പോൾ ഒരു അർബൻ ലൈഫിലോട്ടാണ് ഇനി കാര്യങ്ങൾ പോകുന്നത്. സോ ബ്രോൺസ്, എന്തുകൊണ്ട് ബ്രോൺസ് ഏജിന് ബ്രോൺസ് എന്ന പേരെന്ന് വെച്ചാൽ ബ്രോൺസിൻ്റെ മെറ്റൽ കാരണം തന്നെയാണ്. ബ്രോൺസ് ഒരു മെറ്റലാണ് അല്ലേ, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, കോപ്പറും ടിന്നും കൂടെ മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ ബ്രോൺസ് ഏജ് എന്നുള്ളൊരു പേര് വരാനും കാരണം. ദിസ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹ്യൂമൻസ് എൻട്രി ടു അർബൻ ലൈഫ്. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് എങ്ങോട്ടാണ്, നഗരത്തിലേക്കാണ്, അർബൻ ലൈഫിലോട്ടാണ്. അർബനൈസേഷൻ ബിഗിൻസ് വെൻ എ റീജിയൻ കംസ് ടു എ ഡെൻസ്ലി പോപ്പുലേറ്റഡ് വെയർ ദ മെജോറിറ്റി ഏൺ ദെയർ മീൻസ് ഓഫ് ലിവിങ് ത്രൂ നോൺ അഗ്രേറിയൻ ആക്ടിവിറ്റീസ് സച്ച് എസ് ക്രാഫ്റ്റ്സ്, ട്രേഡ് എക്സെട്ര അല്ലേ. അപ്പോൾ അർബനൈസേഷൻ തുടങ്ങുന്ന സമയത്ത് ഇത് എന്തുകൊണ്ട് തുടങ്ങി, അല്ലെങ്കിൽ ഇത് എവിടെ തുടങ്ങി? ഓരോ സ്ഥലങ്ങളിലും ആൾക്കാർ ഒരുപാട് ഡെൻസ്ലി എന്ന് വെച്ചാൽ അധികം ആഴത്തിൽ, ഒരുപാട് ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നപ്പോഴേക്കും കൂടുതലും ആൾക്കാർ ജീവിക്കാൻ വേണ്ടിയിട്ട് നോൺ അഗ്രേറിയൻ ആക്ടിവിറ്റീസ്, അതായത് ഫാമിംഗ് അല്ലാത്ത ജോലികളിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. അതായത് ക്രാഫ്റ്റ് വർക്കുകൾ,
അതുപോലെ ട്രേഡിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. വൈഡ് സ്ട്രീറ്റ്സ്, പബ്ലിക് ബിൽഡിങ്സ്, ബെറ്റർ ഫെസിലിറ്റീസ്, ബിസി ലൈഫ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ആർ ദ ഹോൾ മാർക്സ് ഓഫ് സച്ച് ആൻ അർബൻ ലൈഫ്, അല്ലേ? അപ്പോൾ എന്തൊക്കെയായിരുന്നു അന്നത്തെ അർബൻ ലൈഫിലെ പ്രത്യേകതകൾ? വലിയ വിശാലമായ സ്ട്രീറ്റുകളുണ്ട്, പബ്ലിക് ബിൽഡിങ്ങുകളുണ്ട്, കുറേ കൂടെ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ ആൾക്കാർ കുറച്ചുകൂടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അതായത് ഡാൻസിങ്ങും മ്യൂസിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. യു ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് അർബൻ ലൈഫ് ബിഗാൻ ഇൻ ദ ബ്രോൺസ് ഏജ്, അല്ലേ? അർബൻ ലൈഫ് നമുക്ക് തുടങ്ങിയത് എവിടെ നിന്ന് മനസ്സിലായി? ബ്രോൺസ് ഏജിൽ നിന്ന് തന്നെയാണ്. ഇനി നമുക്കിവിടെ എഴുതാം കുറച്ച് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ഏതൊക്കെയാണ്. ഒന്ന് മെയിനായിട്ട് ഈജിപ്ഷ്യൻസ് ബ്രോൺസ് ഏജിൻ്റെയാണ്. ബേബിലോണിയൻസ് അവരൊരു ഇതാണ്. ട്രോജൻസ്, പിന്നെ നമ്മുടെ തന്നെ സ്വന്തം ഹാരപ്പൻ സിവിലൈസേഷൻ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ബ്രോൺസ് ഏജ് സമയത്തുള്ള സിവിലൈസേഷൻസ്. ഇനി ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഇൻ ഇന്ത്യ ബിലോങ്സ് ടു ദ ബ്രോൺസ് ഏജ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഹാരപ്പ സിവിലൈസേഷൻ ബ്രോൺസ് ഏജിൻ്റെ ഭാഗമാണ്. അതിന് കുറച്ച് എക്സാമ്പിളാണ് ഹാരപ്പ, മോഹൻജദാരോ, ലോഥൽ എക്സെട്ര. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ ദ വെൽ പ്ലാൻഡ് പബ്ലിക് ബിൽഡിങ്സ്, അതായത് നല്ല പ്ലാൻഡ് ആയിട്ടുള്ള പബ്ലിക് ബിൽഡിംഗ് ഉണ്ട്. പിന്നെ ഗ്രേറ്റ് ബാത്ത്, നമ്മൾ 8ലും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുമ്പോൾ ഒരു വലിയ ടാങ്കാണ്, അതിനകത്ത് വാട്ടർ കളക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. പിന്നെ ഹൗസസ്, ഇപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പ്. പിന്നെ വീടുകൾ, സ്ട്രീറ്റ്സ്, പിന്നെ ഡ്രെയിനേജ് സിസ്റ്റം, ഗ്രാനറീസ്. അപ്പോൾ ഇതൊക്കെ പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ദ പ്രസൻസ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ക്രാഫ്റ്റ്സ് ആൻഡ് ട്രേഡ് ആർ ക്ലിയർ എവിഡൻസസ് ഓഫ് അർബനൈസേഷൻ. അതുപോലെ പല ടൈപ്പ് ഓഫ് ജോലികളിൽ, ക്രാഫ്റ്റ് വർക്കുകളിലായാലും ട്രേഡിലായാലും ഇവർ നമ്മളെ അർബനൈസേഷനിൽ നിന്നും കാണാൻ പറ്റുന്ന കുറേ എവിഡൻസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ കൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷനെ എന്തെന്ന് വിളിക്കുന്നത്? ദ ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിലൊരു അർബനൈസേഷൻ, ഒരു നഗരം ഉണ്ടാകുന്നത്. അത് ഹാരപ്പൻ സിവിലൈസേഷൻ വഴിയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വേദിക് ഏജ്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ കുറച്ച് ഡിക്ലൈൻ ആയ സമയത്താണ്, ഡിക്ലൈൻ എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് തകരുക. ഈ സമയത്ത് ആണ് നമ്മുടെ ആര്യൻസ് വരുന്നത്. ആര്യൻസ് എവിടെയാണ് വരുന്നത്? സപ്തസിന്ധു റീജിയനിലാണ്, അതായത് നമ്മളെ നോർത്ത് വെസ്റ്റ് ഇന്ത്യ. ഡൗട്ടുള്ളവർക്ക് ഞാൻ മാപ്പ് കാണിച്ചു തരാം. They spoke a language that belonged to the Indo-European family of languages. അപ്പോൾ ഇവർ ഉപയോഗിച്ചിരുന്ന ഭാഷകൾ കണ്ടോ? ഇൻഡോ യൂറോപ്യൻ, അതായത് സംസ്കൃതം, ലാറ്റിൻ, ഗ്രീക്ക്, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്വീഡിഷ്, റഷ്യൻ, പോളിഷ്, ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച് ആൻഡ് റൊമാനിയൻ. ഇത്രയും ഭാഷകളാണ് അവർ ആ കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം നിങ്ങൾക്കറിയാം, മാപ്പ് നോക്കിയാൽ തന്നെ അറിയാം, ഇത് ഓൾറെഡി ഹോൾ വേൾഡിലെ ഒരു 50% കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ് ഈ ഒരു ഭാഗം. ബേസ്ഡ് ഓൺ ലിംഗ്വിസ്റ്റിക് എവിഡൻസ്, ആര്യൻസ് ആർ ബിലീവ് ടു ബി ദ നേറ്റീവ്സ് ഓഫ് സെൻട്രൽ ഏഷ്യ. അപ്പം നമുക്ക് ലിംഗ്വിസ്റ്റിക്, അതായത് ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ നോക്കുമ്പോൾ ആര്യൻസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഏഷ്യയിലെ നേറ്റീവ്സ്. അവരാണ് അവിടുത്തെ ജനിച്ച് വളർന്ന അവിടെ ഉള്ള ആൾക്കാർ. We get to know about this age from the Vedas. Therefore, this period is called Vedic age. ഇത് എന്തുകൊണ്ടാണ് വേദിക് ഏജ് ആയത്? നമുക്ക് വേദങ്ങളിൽ നിന്നുമാണ് നമ്മൾ ഈ പീരീഡിനെ പറ്റി പഠിക്കുന്നത്. അതുകൊണ്ടാണ് വേദിക് ഏജ് എന്ന് വിളിക്കുന്നത്. ഇത് വരുന്ന കാലഘട്ടം 1500 BC, 600 BCE കാലഘട്ടത്താണ്. ആൻഡ് വേദിക് പീരീഡ് എന്താണെന്ന് നോക്കാം. വേദിക് പീരീഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏർലി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡും. എന്താണ് ഏർലി വേദിക് പീരീഡ്? ദ പീരീഡ് വെൻ ഋഗ്വേദ വാസ് കമ്പോസ്ഡ്. ഋഗ്വേദം എഴുതിയിരിക്കുന്ന കാലഘട്ടത്താണ് എന്തുണ്ടായിട്ടുള്ളത്? ഏർലി വേദിക് പീരീഡ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അതിനുശേഷമാണ് യജുർവേദ, സാമവേദ, അഥർവവേദ തുടങ്ങിയ വേദങ്ങൾ കമ്പോസ് ചെയ്യുന്നത്. കമ്പോസ് ചെയ്യുക എന്ന് വെച്ചാൽ എഴുതുക അല്ലെങ്കിൽ ഉണ്ടാക്കുക. ആ സമയത്തിനെ നമുക്ക് ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയാം. തൊട്ട് സൈഡിൽ എന്താണ് വേദിക് ലിറ്ററേച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്. വേദ മീൻസ് നോളജ്, അല്ലേ? അറിവിനെയാണ് വേദം എന്ന് പറയുന്നത്. 4 ടൈപ്പാണ്: ഋഗ്വേദ, യജുർവേദ, സാമവേദ ആൻഡ് അഥർവവേദ. ആൻഡ് ഏർലിയസ്റ്റ് ഓഫ് ദിസ്, ആദ്യം വന്നതാണ് ഏത്? ഋഗ്വേദ. അതുകൊണ്ടാണ് നമ്മൾ ഏർലി വേദിക് പീരീഡ് എന്ന് പറയുന്നത്. അതിനുശേഷം 4 അതുകൂടാതെ മൊത്തം 4 വേദാസാണ് എല്ലാം കൂടെ ഉള്ളത്. പിന്നെ നമ്മൾ അതിനകത്ത് പറയുന്നത് എന്താണ്? അപ്പാർട്ട് ഫ്രം 4 വേദാസ്, ദ ബ്രാഹ്മണാസ്, അതുപോലെ തന്നെ അരണ്യകാസ്, ഉപനിഷത്സ് ആർ ഓൾസോ പാർട്ട് ഓഫ് വേദിക് ലിറ്ററേച്ചർ. ഇതൊക്കെ എന്താണ്? ആ വേദിക് സാഹിത്യത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ വേദിക് പീരീഡ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് വേദിക് പീരീഡിനെ പറ്റി ഒരുപാട് അറിവ് കിട്ടിയിട്ടുള്ളത് തന്നെ ഈ വേദിക് ലിറ്ററേച്ചറിൽ നിന്നുമാണ്. അന്നുണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് വർണ്ണ സിസ്റ്റം. വർണ്ണാസ് എന്താണെന്ന് നോക്കിയോ? മൊത്തം 4 വർണ്ണാസുണ്ട്. ബ്രാഹ്മിൻസാണ് ആ കാലഘട്ടത്ത്
ഹു എൻഗേജ്ഡ് ഇൻ പ്രീസ്ലി വർക്ക്, അതായത് എന്താണ്, നമ്മൾ ഈ കോവിലിൽ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബ്രാഹ്മിൻസാണ്. ക്ഷത്രിയാസ് ആയിരിക്കും ഗവൺമെൻറ് ഭരണം മുഴുവൻ ഗവേൺ ചെയ്യുന്നത്, ഭരിക്കുന്നത്, അതുപോലെ എന്താണ് സാമ്രാജ്യമൊക്കെ ഗാർഡ് ചെയ്യുന്നത്, കിങ്ഡം ഗാർഡ് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത് അവരാണ്. ഇനി വൈശ്യാസ് ആയിരിക്കും അഗ്രികൾച്ചറും ട്രേഡും ചെയ്യുന്നത്. ഈ ശൂദ്രാസ് എന്ന് പറയുന്നത് ഈ 3 സെക്ഷനും സെർവിങ് ചെയ്യുന്ന ഒരു വർണ്ണമാണ് നമ്മുടെ ശൂദ്രാസ് എന്ന് പറയുന്നത്. ഇനി ഏർലി വേദിക് പീരീഡ് നോക്കിക്കോ. ഇത് എവിടെയാണ് കാണാൻ കഴിയുന്നത്? സപ്ത സിന്ധു റീജിയൻ, മാപ്പിൽ കാണാമല്ലോ. ഇനി ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത് അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഗാങ്ങറ്റിക് പ്ലെയിനിലോട്ടാണ് ഇത് കയറി വരുന്നത്. ഗാങ്ങറ്റിക് പ്ലെയിൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, കാണാമല്ലോ. പാസ്ചറൽ എക്കോണമി ആയിരുന്നു ഇവിടെ. പാസ്ചറൽ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കന്നുകാലികളെയൊക്കെ വളർത്തി അതിൽ നിന്നും സമ്പത്ത് കിട്ടി അങ്ങനെ ജീവിക്കുന്ന ഒരു രീതിയായിരുന്നു. ഇതും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബലികളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നും അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അഗ്രികൾച്ചർ വാസ് ഗിവൺ ഇമ്പോർട്ടൻസ്. അതുപോലെ ലേറ്റർ വേദിക് പീരീഡിൽ അവർ അഗ്രികൾച്ചറിനാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇനി ഏർലി വേദിക് പീരീഡിൽ സെമി നൊമാഡ്സ് ആയിരുന്നു അവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ എവിടെയെങ്കിലും നിൽക്കും, പിന്നെ വീണ്ടും അവിടെ നിന്ന് മാറി അടുത്ത സ്ഥലത്തേക്ക് പോകും. മറ്റെടുത്തോ അവർ സെറ്റിൽഡ് ലൈഫാണ്. കമ്പാരിറ്റീവ്ലി ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ഫോർ വുമൻ. ഏർലി വേദിക് പീരീഡിൽ വുമൻസിന് നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, സമൂഹത്തിൽ നല്ല വാല്യൂവും വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ലേറ്റർ വേദിക് പീരീഡിൽ അവരുടെ സ്റ്റാറ്റസ് ഡിക്ലൈൻ ആയി വരികയാണ് ചെയ്തത്. കൾട്ടിവേഷന് വേണ്ടിയിട്ട് ഫോറസ്റ്റിനെ മുഴുവനായിട്ട് ക്ലിയർ ചെയ്ത് ബേൺ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമുക്ക് ഏർലി വേദിക് പീരീഡിൽ കാണാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ ലേറ്റർ വേദിക് പീരീഡിലാണ് അയണിൻ്റെയൊക്കെ യൂസ് വന്നത്. പുതിയ മെറ്റലൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. ദ സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് മെനി ട്രൈബ്സ്. ഒരുപാട് ട്രൈബുകൾ, ഒരുപാട് ആദിവാസി കൂട്ടങ്ങളൊക്കെ നമ്മുടെ ഏതിനകത്തുണ്ടായിരുന്നു? ഏർലി വേദിക് ട്രൈബിനകത്ത് ഉണ്ടായിരുന്നു, പീരീഡിലുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിലോ വർണ്ണ സിസ്റ്റം ആയിരുന്നു ഏറ്റവും കൂടുതലും സ്ട്രോങ്ങറായിട്ട് വന്നത്. ഇനി ദ യാഗാസ് സാക്രിഫൈസസ് വെയർ സിമ്പിൾ ആൻഡ് കുഡ് ബി ഡൺ ബൈ ദ ഹെഡ് ഓഫ് ദ ഫാമിലി. അപ്പോൾ യാഗങ്ങൾ, അതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത്. ഈ പാസ്ചറൽസ്, ഈ കന്നുകാലികളെ വളർത്തുന്നത് പോലെ തന്നെ ഇവർ യാഗങ്ങൾ നടത്തും, സാക്രിഫൈസുകളൊക്കെ നടത്തും. അത് വളരെ സിമ്പിളാണ്. ഇത് നടത്തുന്നതൊക്കെ തന്നെ ഈ ഒരു ഫാമിലിക്കകത്തുള്ള നമ്മളെ ഈ മൂപ്പൻ എന്നൊക്കെ പറയത്തില്ല, ഫാമിലിയിലുള്ള തലവനായിരിക്കും, ഹെഡായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ഇനി മറ്റെടുത്തോ യാഗാസ് ബിക്കെയിം കോംപ്ലിക്കേറ്റഡ് ആൻഡ് എക്സ്പെൻസീവ്. എന്ന് വെച്ചാൽ സാക്രിഫൈസസ് ഒക്കെ ഇവരൊരു ബിസിനസ് രീതിയിൽ എടുക്കുകയാണ്, അതുപോലെ വളരെ എക്സ്പെൻസീവാണ്. അതിലെ യാഗാസ് സാക്രിഫൈസസ് ബിക്കെയിം ദ പ്രിവിലേജ് ഓഫ് എ പർട്ടിക്കുലർ സെക്ഷൻ. അതായത് ഇവർക്കൊരു റെസ്പെക്റ്റും വാല്യൂ ഒക്കെ കിട്ടണമെങ്കിൽ യാഗ ചെയ്യണം എന്നുള്ള രീതിയുമായി. അതായത് സാക്രിഫൈസ്, ബലി കൊടുക്കണം. നാച്ചുറൽ ഫോഴ്സസ് വെയർ വർഷിപ്ഡ്. അതുപോലെ പ്രകൃതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം തുടങ്ങിയ വിൻഡ്, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആൾക്കാർ എന്ത് ചെയ്യാൻ, വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. ന്യൂ ഡയറ്റീസ് കെയിം ടു ബി വർഷിപ്ഡ്. ലേറ്റർ വേദിക് പീരീഡിൽ പുതിയ പ്രതിഷ്ഠകളും പുതിയ ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങി. ബിഗിനിങ് ഓഫ് വേരിയസ് ക്രാഫ്റ്റ്സ്. പല ക്രാഫ്റ്റ് വർക്കുകളെ, അതായത് വീവിങ് തൊട്ട് ഓരോ ടൈപ്പ് ജോബ്സ് ഉണ്ടല്ലോ, ഈ ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്കറിയാമല്ലോ, പെയിൻറ്റിങ്, വീവിങ് തുടങ്ങിയ വർക്കുകളൊക്കെ ആൾക്കാർ ലേറ്റർ വേദിക് പീരീഡിൽ ചെയ്തു തുടങ്ങി. In this lesson, we saw the beginning of human history and the various stages of human progress over a long period of time. Living in forests, caves and tree holes, braving nature and animals, humans discovered and invented what they needed using their reasoning capacity and intelligence. അല്ലേ, അപ്പോൾ ഈ പാഠത്തിന് നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ഓവർവ്യൂ, ഒരു കൺക്ലൂഷൻ പറയാണ്. തുടക്കം നമ്മൾ ഹ്യൂമൻ ഹിസ്റ്ററിയെ പറ്റി മനസ്സിലാക്കുന്നു, ഹ്യൂമൻ പ്രോഗ്രസ് വളർച്ചയെ പറ്റിയും അവിടുത്തെ ഡെവലപ്മെൻറ്റിനെയും പറ്റി മനസ്സിലാക്കുന്നു, ഫോറസ്റ്റിലും കേവുകളിലും ട്രീ ഹോൾസിലും താമസിച്ചിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പിന്നെ അനിമൽസിനെയും അതുപോലെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നു, കൾട്ടിവേറ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ്റെ കപ്പാസിറ്റിക്കും കഴിവിനും ഇൻ്റലിജൻസിനും ഒക്കെ കൂടിക്കലർന്നാണ് ഇവർ പുതിയ പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്തത്, ഇൻവെൻറ്റ് ചെയ്ത്. ഇൻവെൻഷൻ മീൻസ് എന്താണ്? നമ്മൾ പുതുതായിട്ടൊരു കാര്യം കണ്ടെത്തുക. ഡിസ്കവറി മീൻസ് ഓൾറെഡി അവിടെ ഉള്ള ഒരു കാര്യത്തെ നമ്മൾ പോയി കണ്ടെത്തുക. As they advanced, social, political and economic structures were formulated by civilized humans. അല്ലേ, അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ തന്നെ ജീവിച്ചു വന്ന സിവിലൈസ്ഡ്, അതായത് അവിടെയുള്ള മനുഷ്യർ തന്നെ സമൂഹത്തിൻ്റെ സോഷ്യലായിട്ടുള്ള രീതിയിലും പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിലും എക്കോണമിക് സാമ്പത്തികമായിട്ടുള്ള രീതിയിലുമൊക്കെ പല മാറ്റങ്ങളും കൊണ്ടുവന്നു. സ്റ്റാൻഡിങ് ഇൻ ദ 21st century, turning back to many periods of human history, we are able to know and understand the extent of human progress. അപ്പം നമ്മൾ
ജീവിതത്തിൽ തന്നെ മറക്കാൻ പറ്റാത്ത ഒരു കാര്യം വന്ന വഴി മറക്കരുത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ നമ്മളിപ്പോൾ നമ്മളൊന്ന് പിന്നിലോട്ട് ഈ ഒരു പാഠം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്, എങ്ങനെയായിരുന്നു അന്നത്തെ ആൾക്കാർ ജീവിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിൻ്റെ വേറെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസൊക്കെ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലും നോട്ട്സോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. പിന്നെ സോഷ്യൽ സയൻസ് പഠിക്കാനൊരു രീതിയുണ്ട്, കൂടുതലും പോയിൻ്റ് വൈസ് മേക്ക് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഞാനത് എന്തായാലും ഉടനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് സിമ്പിൾ പോയിൻറ്റ്സ് വൈസ് മേക്ക് ചെയ്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നെന്തായാലും എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ അടുത്ത ചാപ്റ്റർ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് വീഡിയോസ്, അതായത് ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ഇടുന്നുണ്ട്. പിന്നെ മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് ബാക്കി സബ്ജക്ട്സും കൂടെ ചാനലിലേക്ക് കൊണ്ടുവരുത്താൻ. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. നിങ്ങളതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.